അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് മനക്കുടം. അപ്പോൾ മനക്കുടം പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളുള്ളത് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ മാർക്കറ്റാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബ്രദറും ഉണ്ട്, ജിതുവിൻ്റെ വീട് മനക്കുടം തന്നെയാണ്. അപ്പോൾ നമ്മളിതിൽ എപ്പിസോഡ് പോലെ ചെയ്യാനുള്ള പ്ലാനാണ്. അത് പള്ളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. 1200 വർഷം മുമ്പ് പോർച്ചുഗീസുകാർ സ്ഥാപിച്ചിട്ടുള്ള കേട്ടോ മനക്കുടം പള്ളി. പള്ളിയുടെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പുണ്യാളൻ്റെ ഒരു രൂപം കാണാം. അതുപോലെ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ രൂപം കാണാം. കർത്താവിൻ്റെ ഈ ഒരു രൂപം വന്നിട്ടുള്ളത് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇതാണ് മനക്കുടം പള്ളി. 1200 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു ഈ മനക്കുടം എന്ന സ്ഥലം. അപ്പോൾ ആ കാലത്ത് അവർ സ്ഥാപിച്ചിട്ടുള്ളതാണ് മനക്കുടം പള്ളി. ഇപ്പോൾ നമ്മൾ കാണുന്ന കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം പിന്നീട് വന്നിട്ടുള്ളതാണ് കേട്ടോ. മനക്കുടം എന്ന ഗ്രാമത്തിലെ എല്ലാ കാഴ്ചകളും കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ എപ്പിസോഡായിട്ട് ചെയ്യണത് കേട്ടോ. അച്ഛന്മാരുടെ മേടയാണ് മരത്തിൻ്റെ പുറകു സൈഡിലോട്ട് കാണുന്നത്. പിന്നെ ഈ നേരെ കാണുന്നത് പള്ളിയുടെ തന്നെ ഓഡിറ്റോറിയമാണ്. പള്ളിയുടെ അകത്ത് കയറി നമുക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വന്ന സമയം ഏകദേശം 2:30 കഴിഞ്ഞിട്ടുണ്ട്. പള്ളിയുടെ വാതിലിൽ ചെയ്തേക്കുന്ന കുറച്ച് വർക്കുകൾ നമുക്കൊന്ന് കാണാം. ഈ ഓരോ ആർട്ടിനും ഓരോ മീനിങ് ഉണ്ട് ശരിക്കും. ഇപ്പോൾ ഈ മനക്കോടത്തുള്ള ആളുകളിത് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. നമ്മൾ ഈ കാണുന്ന ആർട്ട് ആദിബാബുവാണ് കേട്ടോ. അതായത് ആപ്പിള് മരത്തിൽ നിന്ന് പറിച്ച് ഹോവയും കഴിക്കുന്നതായിട്ടുള്ളൊരു സ്റ്റോറിയുടെ ഒരു ആർട്ടാണ് ചെയ്തിട്ടുള്ളത്. മാതാവ് പാമ്പിന് മീതെ നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു ആർട്ട് അവർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നൊരു കമൻറ്റ് സെക്ഷനിൽ ഒന്ന് എഴുതിയായിരിക്കണം കേട്ടോ. അത് വീഡിയോ കാണുന്നവർക്കൊരു അറിവായിരിക്കും. ഈ പള്ളിയിൽ ഏകദേശം 1800 വർഷം പഴക്കമുള്ള ഉണ്ണിയാളുടെ രൂപമാണ് ഇരിക്കുന്നത്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കേരളത്തിൽ ആകെ 3 എണ്ണമാണ് അത് ഉണ്ടായിരുന്നു. ഒരെണ്ണം എടത്തുവ, എടപ്പള്ളി, പിന്നെ മനക്കോടത്ത്. അപ്പോൾ അത് നമുക്കിതിൽ കാണിക്കാൻ പറ്റുമെന്ന് കറക്റ്റ് അറിയില്ല. എന്നാലും കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നത് ആദ്യത്തെ കൊടിമരത്തിൻ്റെയാണ് കേട്ടോ. ഇത് സ്ഥാപിച്ചിട്ടുള്ള വർഷം ഞാൻ കാണിച്ചു തരാം. 1982. ഇപ്പോൾ ഈ കൊടിമരമൊക്കെ മാറി. ഇപ്പോൾ പുതിയ കൊടിമരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതവർ കളയാതെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഉദ്ദാന പർദീസ സിമിത്തേരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും കറക്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് എഴുതണേ. മനക്കൂടത്തെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.